ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറി ആർബിട്രേജ് പ്രോസസ്സാണ്. നമ്മൾ ഓൾറെഡി തിയറി വിത്തൗട്ട് ടാക്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തിയറി വിത്തൗട്ട് ടാക്സസ് പറയുന്നത് വാല്യൂ ഓഫ് ലെവേർഡ് ഫേമും വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേമും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല, രണ്ടും സെയിം ആയിരിക്കും. ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള വ്യത്യാസം കാരണം ഫേമിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് തിയറി പറയുന്നത്. അപ്പോൾ ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൂഫും കൂടെ തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ആർബിട്രേജ് പ്രോസസ്സ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ലെവേർഡ് ഫേമിൻ്റെ വാല്യൂവും അൺലെവേർഡ് ഫേമിൻ്റെ വാല്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആർബിട്രേജ് പ്രോസസ്സ് വഴി ആ ഒരു വ്യത്യാസം മാറി രണ്ടിൻ്റെ വാല്യൂ സെയിം ആവുമെന്നാണ് തിയറി പറയുന്നത്. ഓക്കെ, ഇഫ് ദ വാല്യൂസ് ഓഫ് ടു ഐഡൻറ്റിക്കൽ ഫേം ആർ ഡിഫറെൻറ്റ്, റാഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽ സെൽ ദ ഷെയർസ് ഓഫ് ഫേം ഹൂസ് വാല്യൂ ഈസ് ഹയർ ആൻഡ് ഇൻസ്റ്റഡ് ബൈ ദ ഷെയർസ് ഓഫ് ഫേം ഹൂസ് വാല്യൂ ഈസ് ലോവർ. ഇപ്പോൾ രണ്ട് ഫേമിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ ലെവേർഡ് ഫേം കടം വാങ്ങിച്ച് പകുതി കടവും പകുതി ഇക്വിറ്റി ഷെയർസും വെച്ചേക്കുന്ന ബിസിനസ്സിൻ്റെ വാല്യൂ കൂടി നിൽക്കുവാണെന്ന് വെച്ചോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ആ എമൗണ്ട് കൂടി നിൽക്കുന്ന എമൗണ്ട് കൂടിയ വിലയ്ക്ക് തന്നെ വിറ്റിട്ട് അവർ കുറഞ്ഞ വിലയുള്ള കമ്പനി ഉണ്ടല്ലോ അവിടെ പോയി കൂടുതൽ ഷെയർസ് വാങ്ങും. അതുവഴി നമ്മൾ ഷെയർസ് വാങ്ങുന്ന കമ്പനിയുടെ ആ ഒരു വാല്യൂ കൂടും. കാരണം ഡിമാൻഡ് കൂടുകയാണെന്നുള്ള ഒരു അസംഷനാണല്ലോ മാർക്കറ്റിലോട്ട് ചെല്ലുന്നത്, കൂടുതൽ ആൾക്കാർ ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങുമ്പം. അതുപോലെ ഷെയർസ് വിൽക്കുന്ന കമ്പനിയുടെ വാല്യൂ കുറയുകയും ചെയ്യും. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കുക. രണ്ട് ഐഡൻറ്റിക്കൽ കമ്പനികളുടെ വാല്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ ആർബിട്രേജ് പ്രോസസ്സ് വഴി ഓവർ വാല്യൂഡ് ഫേമിൻ്റെ ഷെയർസ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് കൂടുതൽ ഷെയർസ് അണ്ടർ വാല്യൂഡ് ഫേമിൻ്റെ വാങ്ങും. അതാണ് റാഷണൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നുള്ളതാണ് തിയറിയുടെ അസംഷൻ. സോ ആ അസംഷൻ പ്രകാരം ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും രണ്ട് സെയിം വാല്യൂ ഉള്ള സെയിം നേച്ചറിലുള്ള രണ്ട് ഫേമിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടിയ വാല്യൂ ഉള്ള ഫേമിൻ്റെ ഷെയർസ് വിറ്റ് ലാഭം ഉണ്ടാക്കി എന്നിട്ട് കുറഞ്ഞ വാല്യൂ ഉള്ള ഫേമിൻ്റെ ഷെയർസ് കൂടുതൽ വാങ്ങും. അപ്പോൾ ഭാവിയിൽ ഇതും ഈ കുറഞ്ഞ വാല്യൂ ഉള്ള ഫേം നന്നായിട്ട് പെർഫോം ചെയ്യും, അവരുടെ വാല്യൂവും കൂടും. അപ്പോൾ ഇവിടെ കൂടുതൽ ഷെയർസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടും എന്നുള്ള അസംഷനിലാണ് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ആർബിട്രേജ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് വരുന്നത്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓവർ വാല്യൂഡ് ഫേം ഡിക്ലൈൻ ചെയ്യും. കാരണം കൂടുതൽ ആൾക്കാർ അവിടുന്ന് ഷെയർസ് വിറ്റ് ഇറങ്ങി പോരുമ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് വന്ന് അങ്ങനെ ഓവർ വാല്യൂഡ് ഫേമിൻ്റെ വാല്യൂ കുറയും. മാർക്കറ്റ് പ്രൈസ് ഓഫ് അണ്ടർ വാല്യൂഡ് ഫേം കൂടും. ആൻഡ് ഇക്വിലിബ്രിയം വാല്യൂ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം വാല്യൂ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ആർബിട്രേജ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്നാ ചെയ്യും? യൂഷ്വലി ഓവർ വാല്യൂ വരുന്നത് ലെവേർഡ് ഫേമിലാണ്. നമ്മളറിയാം, നമുക്ക് ഡെപ്റ്റും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് നമുക്കറിയാം. സോ ഓവർ വാല്യുവേഷൻ വരുന്നത് ലെവേർഡ് ഫേമിലായിരിക്കും. അപ്പം അങ്ങനെ ലെവേർഡ് ഫേമിൽ ഒരു ഓവർ വാല്യുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അവിടുത്തെ ഇക്വിറ്റി ഷെയർസ് വിൽക്കും. വിൽക്കുക മാത്രമല്ല, നമ്മൾ അൺലെവേർഡ് ഫേമിൽ ഇത് ഈ വിറ്റ കാശ് ഡയറക്റ്റ് പോയി ഇൻവെസ്റ്റ് ചെയ്യുമല്ല. ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ലെവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തത് വഴി കുറച്ച് ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡെപ്റ്റിൻ്റെ ബെനിഫിറ്റ്സ്. ലോ കോസ്റ്റ് ഡെപ്റ്റ് യൂസ് ചെയ്ത കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അവർക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അൺലെവേർഡ് ഫേമിൽ കിട്ടത്തില്ല. സോ അതിന് പകരം എന്നാ ചെയ്യും? അവർ പേഴ്സണലി കടം വാങ്ങിച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അധികം എമൗണ്ട് ഇൻവെസ്റ്റ് ആവില്ലല്ലോ. അങ്ങനെ അവർ ലോ കോസ്റ്റിൽ ഡെപ്റ്റ് റേസ് ചെയ്ത് ഫേമിനും ഇൻഡിവിജ്വലിനും ഒരേ ബോറോയിങ് ലെൻഡിങ് റേറ്റ് എന്നാണ് തിയറിയുടെ അസംഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഫേം ലെവേർഡ് അല്ലെങ്കിൽ അവരെന്നെ ആൾക്കാർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നാ ചെയ്യും? അവർ ഇൻഡിവിജ്വലി കടം വാങ്ങിക്കും, എന്നിട്ട് അത് കൊണ്ടുപോയി അൺലെവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഓവർ വാല്യൂഡ് ഫേം വിൽക്കും. വിറ്റിട്ട് ഈ ലെവേർഡ് ഫേമിൽ എത്ര ശതമാനമാണോ അവരുടെ പ്രൊപ്പോർഷനേറ്റ് ഡെപ്റ്റ് ഉണ്ടായിരുന്നത് ആ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അവർ ലോൺ വാങ്ങും. എന്നിട്ട് ഈ രണ്ട് എമൗണ്ടും കൂടെ അൺലെവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്താണ്? ലെവേർഡ് ഫേമിൻ്റെ അൺലെവേർഡ് ഫേമിൻ്റെ വാല്യൂ ഈക്വൽ ആവും.
നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. ഞാനൊരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദ ഫോളോയിങ് ആർ ദ ഡേറ്റ റിഗാർഡിംഗ് ടു കമ്പനീസ് എ ലിമിറ്റഡ് ആൻഡ് എം ലിമിറ്റഡ്. എ ലിമിറ്റഡ് ആൻഡ് എം ലിമിറ്റഡ് സെയിം റിസ്ക് ക്ലാസ്സിലുള്ള ഒരേ രീതിയിൽ പോകുന്ന രണ്ട് കമ്പനികളാണ്. ഈ കമ്പനികളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എ ലിമിറ്റഡിന് 1,00,000 ഷെയർസും എം ലിമിറ്റഡിന് 1,50,000 ഷെയർസുമാണ് ഉള്ളത്. എ ലിമിറ്റഡ് ലെവേർഡ് ആയതുകൊണ്ട് 50,000 രൂപയുടെ ഡിബഞ്ചേഴ്സും കൂടി ഉണ്ട്. എ ലിമിറ്റഡ് ഓവർ വാല്യൂഡ് ആണ്. എ ലിമിറ്റഡിൻ്റെ വാല്യൂ 1.30 ആണ് പെർ ഷെയർ. എം ലിമിറ്റഡ് 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ സെയിം റിസ്ക് ആണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്, 0.30 വ്യത്യാസമുണ്ട് വാല്യൂവിൽ. ഇനി പ്രോഫിറ്റും തന്നിട്ടുണ്ട്. രണ്ടുപേരുടെ സെയിം പ്രോഫിറ്റാണ്. സെയിം പ്രോഫിറ്റ് സെയിം റിസ്ക്കും ഒക്കെയുള്ള കമ്പനികളാണ്, പക്ഷേ മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? എ ലിമിറ്റഡിലുള്ള ഇൻവെസ്റ്റർ എം ലിമിറ്റഡിലോട്ട് പോകും ആർബിട്രേജ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ആർ റിക്വയർഡ് ടു എക്സ്പ്ലെയിൻ ഹൗ അപ്രോച്ച്. Under MM approach, an investor holding 10% shares in company A will be better off switching off in holding to M. ഇങ്ങനെ ആർബിട്രേജ് പ്രോസസ്സ് വഴി കമ്പനി എയിൽ നിന്നും കമ്പനി എമ്മിലോട്ട് പോകുമ്പം എന്ത് ഗുണമാണ് ഒരു 10% ഷെയർസ് ഉള്ള ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഫസ്റ്റ് തന്നെ എം ലിമിറ്റഡിൽ ആ ഒരു ഇൻവെസ്റ്ററിന് എന്ത് കിട്ടുമെന്ന് നോക്കാം. എം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. എം ലിമിറ്റഡ് ലെവേർഡ് ആയതുകൊണ്ട് ലെസ് ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. എത്രയാണ്? 50,000ൻ്റെ 8%. 50,000ൻ്റെ 8% എന്ന് പറയുമ്പോൾ 4,000 വരും. അപ്പോൾ 4,000 ഇൻട്രസ്റ്റും കഴിഞ്ഞ് 16,000 ആണ് എം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പം 10% ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര കിട്ടും? 16,000ൻ്റെ 10%. 16,000 ഇൻറ്റു 10%. 16,000 ഇൻറ്റു 10% ഈസിക്കൽ ടു 1,600 ആണ് എം ലിമിറ്റഡിൽ കിട്ടുന്നത്. എം ലിമിറ്റഡിൽ ആ ഒരു ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 1,600 റുപ്പീസാണ്. ഓക്കെ, ഇനി ഈ ഒരു എം ലിമിറ്റഡിലെ ഷെയർസ് വിറ്റിട്ട് എ ലിമിറ്റഡിലെ കേട്ടോ. ഓക്കെ, എ ലിമിറ്റഡിൽ കിട്ടുന്ന പ്രോഫിറ്റാണ് 1,600. ഇനി ഈ എ ലിമിറ്റഡിലെ ഷെയർസ് വിറ്റിട്ട് എം ലിമിറ്റഡിൽ പോയാൽ ആ ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ഗുണമുണ്ടാവും നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആർബിട്രേജിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് സെൽ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽക്കും. അപ്പോൾ 1 lakh ഇക്വിറ്റിയിൽ 10% ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പം 10,000 ഷെയർസാണ് അയാൾക്കുള്ളത്. അപ്പോൾ 10,000 ഇൻറ്റു ഒരു ഷെയറിന് 1.3 ആണ്. സോ 13,000 റുപ്പീസ് ഇക്വിറ്റി ഷെയർസ് വിറ്റപ്പോൾ കിട്ടി. ഇനി ലെവേർഡ് ഫേമിൽ ടോട്ടൽ 50,000ൻ്റെ കടമുള്ള ഫേമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം 50,000ൻ്റെയും 10%, 50,000ൻ്റെ 10%ൻ്റെ ഗുണം ആ ലെവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തത് വഴി ആ വ്യക്തി അനുഭവിച്ചിരുന്നു. അതേ ഗുണം കിട്ടാൻ വേണ്ടി ടേക്ക് ലോൺ. എത്ര രൂപയുടെ ലോൺ? 50,000ൻ്റെ 10% എത്രയാണ് അത്രയും ലോൺ. 50,000 ഇൻറ്റു 10% 5,000ൻ്റെ ലോണും എടുക്കും. അപ്പോൾ ടോട്ടൽ എത്രയായി? 18,000 ആയി. ഈ 18,000 കൊണ്ടുപോയി നമ്മൾ അൺലെവേർഡ് ആയിട്ടുള്ള എം ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ 18,000ഉം അൺലെവേർഡ് ആയിട്ടുള്ള ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്ത വഴി എത്ര പെർസെൻറ്റേജ് ഷെയർസ് ആ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടിയെന്ന് നോക്കാം. മൊത്തം 1,50,000 ഷെയർസാണ് എം ലിമിറ്റഡിലുള്ളത്. അപ്പോൾ 18,000 ഡിവൈഡഡ് ബൈ 1,50,000 ചെയ്യുമ്പോൾ 0.12, അതായത് 12% ഷെയർസ്. മറ്റോടത്ത് 10% ആയിരുന്നു, ഇവിടെ നമ്മൾ ലോണും കൂടെ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് 12% ഷെയർസ് നമുക്ക് കിട്ടി. ഇനി എം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റും എത്രയാണ്? 20,000 ആണ്. 20,000 പ്രോഫിറ്റുള്ള എം ലിമിറ്റഡിൽ നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല, ടാക്സുകളൊന്നുമില്ല. അപ്പോൾ എത്രയായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്? 12% ഷെയർ കിട്ടും. അപ്പോൾ 20,000ൻ്റെ 12% എന്ന് പറഞ്ഞാൽ 2,400 ആണ് നമ്മളുടെ പ്രോഫിറ്റ് ഷെയർ. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു 5,000ൻ്റെ ലോൺ എടുത്തായിരുന്നു. 5,000ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8%. കാരണം കമ്പനി കൊടുത്തിരുന്ന അതേ ലോണാണ്
അതേ എമൗണ്ടാണ് ഇവിടെ ആ ഒരു ഇൻവെസ്റ്ററും കൊടുക്കേണ്ടത്. സോ 400 റുപ്പീസ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അതും കുറച്ചിട്ട് നമുക്ക് 2000 പ്രോഫിറ്റ് കിട്ടും. അപ്പം മറ്റേ കമ്പനിയിൽ എത്രയായിരുന്നു? 1600 ആയിരുന്നു പ്രോഫിറ്റ്. ആർബിട്രേജ് പ്രോസസ്സ് വഴി ഒരു അൺലവേർഡ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തത് വഴി 2000, അതായത് 400 ലാഭം ഉണ്ടാക്കുകയാണ് ഇൻവെസ്റ്റർ ചെയ്തത്. സോ ആർബിട്രേജ് പ്രോസസ്സ് എപ്പോഴും നല്ലതാണ്. നമ്മളോട് എന്താ പറഞ്ഞേ? ആർബിട്രേജ് പ്രോസസ്സ് വഴി ഇങ്ങനെ ചെയ്യുന്നത് റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആർബിട്രേജ് പ്രോസസ്സ് വഴി ആ ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റ് ഉണ്ടായി. സോ ഇറ്റ് ഈസ് റാഷണൽ. ഞാൻ സിമ്പിളായിട്ടൊന്ന് ഷോർട്ട് നോട്ട്സ് വെച്ച് പറഞ്ഞു തരിക ചെയ്തു. ഒന്നും കൂടെ പ്രോബ്ലം സിസ്റ്റമാറ്റിക്കലി പറഞ്ഞു തരാം. 1 lakh ഷെയർസ് ആയിരുന്നു എ ലിമിറ്റഡിനുള്ളത്. എം ലിമിറ്റഡിന് 1,50,000. എ ലിമിറ്റഡിൻ്റെ ഷെയറിൻ്റെ വാല്യൂ 1.3 ആണ്, എം ലിമിറ്റഡിൻ്റെ 1. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട്, ഓവർ വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് ആർബിട്രേജ് പ്രോസസ്സ് നടക്കും. അത് തിയറി പറയുന്നതാണ് ആർബിട്രേജ് പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ നടന്ന ഇൻവെസ്റ്ററിന് ലാഭമാണോ അല്ലയോ എന്ന് നമ്മൾ പ്രോബ്ലത്തിലൂടെ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ ആർബിട്രേജിൻ്റെ സ്റ്റെപ്സുകൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻവെസ്റ്റർ 13,000 ഷെയർസ് വിറ്റു. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റർ 5,000 ലോൺ എടുത്തു. അപ്പോൾ 13,000 പ്ലസ് 5,000 ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ 18,000 വന്നു. ഇനി 18,000 ഡിവൈഡഡ് ബൈ 1,50,000 ചെയ്യുമ്പോൾ ഇൻവെസ്റ്റർ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. അത് 12% ആണ്. 12% കൊണ്ടുപോയി എം ലിമിറ്റഡിൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി പഴയ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. എബിറ്റ് ഓഫ് എ ലിമിറ്റഡ് 20,000 ആണ്, ലെസ് ഇൻട്രസ്റ്റ്, ലെവേർഡ് ഫേമാണ്, ഇൻട്രസ്റ്റ് ഉണ്ട് 4,000 കുറച്ച്. നെറ്റ് ഇൻകം 16,000 ആണ്, അതിൻ്റെ 10%, അതായത് 1,600 ആയിരുന്നു എയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ഇൻവെസ്റ്റർക്ക് കിട്ടേണ്ടത്. ഇനി ബിയിൽ 12% ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇൻവെസ്റ്റർക്ക് എത്ര കിട്ടും? അപ്പം എം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ്, ബിയിലല്ല എം ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് 20 ആണ്, ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ നെറ്റ് ഇൻകം 20,000 ആണ്. അപ്പോൾ ആ ഇൻവെസ്റ്ററിൻ്റെ ഷെയർ ഓഫ് ഇൻകം 2,400 ആണ്, 20,000ൻ്റെ 12%. അതിൽ നിന്നും ഇൻവെസ്റ്ററിൻ്റെ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് 400 കുറച്ച് മിച്ചം 2,000 ആണ് ഇൻവെസ്റ്ററിൻ്റെ പ്രോഫിറ്റ്. സോ പഴയ കമ്പനിയിൽ 1,600 ആയിരുന്നത് പുതിയ കമ്പനിയിലോട്ട് വന്നപ്പോഴത്തേക്കും 2,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ ആർബിട്രേജ് പ്രോസസ്സ് ആ ഒരു ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റബിൾ ആണ്. ഫൈനലി നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനോടെ പറയും, ബൈ സ്വിച്ചിങ് ഹിസ് ഷെയർസ് ഫ്രം എ ലിമിറ്റഡ് ടു എം ലിമിറ്റഡ് investor could gain rupees 400, that is 2,000 minus 1,600. This shifting process will continue till the value of both firms become equal. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ എ ലിമിറ്റഡിൻ്റെ എം ലിമിറ്റഡിൻ്റെ വാല്യൂ ഈക്വൽ ആയില്ല, വീണ്ടും എ ലിമിറ്റഡിൻ്റെ വാല്യൂ കൂടി നിൽക്കുവാണെങ്കിൽ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്ത് എം ലിമിറ്റഡിൻ്റെ വാല്യൂ കൂടിപ്പോയാലോ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർസ് ഓഫ് അൺലവേർഡ് ഫേം ഇൻവെസ്റ്റർ വിൽക്കും. എന്നിട്ട് ഇക്വിറ്റിയും ഡെപ്റ്റ്, ലെവേർഡ് ഫേമിൽ ഇക്വിറ്റിയും ഡെപ്റ്റും ഇൻവെസ്റ്റർ വാങ്ങും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എയുടെയും എമ്മിൻ്റെയും വാല്യൂ സെയിം ആവുന്നത് വരെ ഈ ഒരു ആർബിട്രേജ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.